ഹലോ ഗൈസ്, നമ്മളങ്ങനെ രാവിലെ തന്നെ സതുരഗിരി മലയിൽ നിന്നും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്ന് പൗർണമി ദിവസമാണ്, അതുകൊണ്ട് തന്നെ ഇന്ന് സതുരഗിരി മലയിലേക്ക് ധാരാളം പേര് വന്നുകൊണ്ടിരിക്കാനായിട്ട് നമ്മൾ തിരിച്ചു പോരുന്ന സമയത്ത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്നും മുന്നത്തെ വീഡിയോ കാണാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് സതുരഗിരി മലയിൽ നിന്നും കമ്പം തേനിയിലേക്കാണ് കേട്ടോ. നമ്മൾ ചെന്നൈയിൽ നിന്ന് ആരംഭിച്ച നമ്മുടെ യാത്രയുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഇന്ന്. പോകുന്ന വഴിയിലുടനീളം തന്നെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അങ്ങനെ ഇരിക്കുകയാണ് പാടത്ത് ഇങ്ങനെ ഒരു ഐറ്റം കണ്ടത്. ഇതെന്താണെന്ന് അറിയാനൊരു ആഗ്രഹം. അങ്ങനെയാണ് ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് നോക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എന്തോ ഒരു ഐറ്റം മില്ലറ്റ് ആണെന്നൊക്കെ നമുക്ക് മനസ്സിലായി, പക്ഷേ എന്താണെന്നല്ല കറക്റ്റായിട്ട് അറിയില്ല. അപ്പോഴേതായാലും അതിലെ വന്നൊരു ചേട്ടൻ പറഞ്ഞു തന്നു, ഇത് കമ്പ് അല്ലെങ്കിൽ പേൾ മില്ലറ്റ്, ബജ്ര എന്നൊക്കെ അറിയപ്പെടുന്ന മില്ലറ്റ് ആണെന്ന് കേട്ടോ. അങ്ങനെ ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്നിട്ട് ഏതായാലും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നേരത്തിട്ടോ. അപ്പോൾ അതിലുണ്ടൊരു തേനീച്ച ഈ ചെന്തോന്നും അതേ കിടന്ന് ഇങ്ങനെ വട്ടമൊക്കെ പറക്കുന്നതാണ്, നല്ല രസമുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ കണ്ടു കഴിഞ്ഞു. അപ്പോഴാണ് നേരെ റോഡിൻ്റെ ഓപ്പോസിറ്റ് മറ്റൊരു പാടമുണ്ട്. അതിലെ ഐറ്റം ഇതല്ല, നിറമൊക്കെ മാറിയിട്ടുണ്ട്. എന്നാൽ പിന്നെ അതും കൂടെ കണ്ടേക്കാമെന്ന് കരുതിട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ ചെല്ലുന്ന സമയത്താണ് ഇതുപോലൊരു വലിയ ഏരിയയിലുള്ള ഒരു ചെടി കേട്ടോ. നല്ല ഭംഗിയുള്ള പൂവൊക്കെ ഉണ്ട്. ഇതെന്താ സംഭവം മനസ്സിലായില്ല. ഇവർ കൃഷി നടത്തുന്നതാണോ അതോ വെറുതെ കാട് പോലെ മുളച്ച് വന്നാണെന്നും അറിയത്തില്ല. അങ്ങനെ ഇവിടേക്ക് വരുന്ന സമയത്താണ് ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് മയിലുകളുണ്ടായിരുന്നു. നമ്മളിങ്ങോട്ട് നടക്കുകയും അവരങ്ങോട്ട് പാറിപ്പോവുകയൊക്കെ ചെയ്തിട്ടോ. അതുകൊണ്ട് തന്നെ അവരൊന്നും വീഡിയോയ്ക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല കേസ്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ വേറൊരു തരമായിട്ട് കേട്ടോ, ചുവന്ന കളറിൽ. അപ്പോൾ തന്നെ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ആ ചേട്ടൻ തന്നെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഇതെന്താന്നുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഐറ്റമാണ് ചുവന്ന ചോളം അല്ലെങ്കിൽ സ്വർഗ്ഗം എന്നും അല്ലെങ്കിൽ റെഡ് ജോവർ എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. ഇത് പേരുകളൊക്കെ നമ്മൾ എവിടെങ്ങളിലൊക്കെ ഇനി കേട്ടിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലം കാണുന്നതും ഇതിങ്ങനെ നേരിട്ട് കാണാൻ സാധിച്ചതിലൊക്കെ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഗ്യാപ്പിലൂടെയൊക്കെ ചെന്ന് ഇതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കുന്നതിന് ഒരു പ്രത്യേക ഭംഗിയിട്ടോ ഒരു പ്രത്യേക സൗന്ദര്യം എല്ലാത്തിനും ഉണ്ടെന്ന് തന്നെ പറയാം. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇവിടെ ചിലവച്ച ശേഷം പിന്നെ നമ്മൾ വണ്ടിയെടുത്ത് പോയി. അപ്പോൾ ഈ മുന്നോട്ട് പോകുന്തോറും നമ്മൾ ഈ വഴിയിലൊക്കെ ഓരോന്നോരോന്ന് കണ്ടിറങ്ങും തോറും സമയം പൊയ്ക്കൊണ്ടിരിക്കാനൊക്കെ പോലെ കിട്ടാൻ കുറച്ചൊക്കെ ചീത്ത അറിയുന്നുണ്ട്. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ അതൊക്കെ ആസ്വദിക്കാതെ എങ്ങനെയായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോൾ മുന്നേ കണ്ട ഐറ്റംസിൻ്റെ ഒക്കെ തന്നെ പാടങ്ങൾ കുറേ മലമുറകളുടെ സൈഡിലായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ മുല്ലപ്പൂ തോട്ടങ്ങളും അല്ലാതെയുള്ള കൃഷികളൊക്കെ ഉണ്ട്. മുല്ലപ്പൂലൊന്നും പക്ഷേ മുല്ലപ്പൂ രാവിലെ പറിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല കേട്ടോ. ഇതുപോലെ ധാരാളം കൃഷിയിടങ്ങളുണ്ട്. അങ്ങനെ പോയപ്പോഴാണ് മറ്റൊരു ഐറ്റം നമ്മുടെ കണ്ണിൽ പെട്ടത്. അത് മുന്നേ കണ്ട ഐറ്റത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് തന്നെ വീടുണ്ട്. ആ അക്കയോട് പെർമിഷനൊക്കെ ചോദിച്ചിട്ട് അവിടെ ചെന്നൊരു വീഡിയോ ഒക്കെ എടുത്തോട്ടെ എന്നുള്ളത്. അവരെന്തോന്ന് ഇതിൻ്റെ പേര് പറഞ്ഞു, പക്ഷെ നമുക്ക് മനസ്സിലായില്ല. അങ്ങനെ ഏതായാലും രണ്ടും കൽപ്പിച്ച് ഇവിടെ ചെന്ന് നോക്കുമ്പോഴാണ് നമുക്ക് നല്ല പരിചയമുള്ളൊരു ഐറ്റം കേട്ടോ. എന്താണെന്ന് മനസ്സിലായത് നമ്മുടെ കോണാണ് കേട്ടോ, ചോളം. അപ്പോൾ അത് ചെറുതായിട്ടുണ്ടായി വരുന്ന രീതിയാണത്. അപ്പോൾ കുറേയൊക്കെ ഇലകളൊക്കെ പുഴുവൊക്കെ കടിച്ച് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അത് ഫുള്ള് വിളഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും ഇത് ഇങ്ങനെ നേരിട്ട് കാണുന്നത് ഒരു സന്തോഷം തന്നെയുള്ളൂ. കാരണം ഇത്രയും കണ്ട ഐറ്റത്തിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു ഐറ്റത്തെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ അതിനിടയിൽ കൂടെ ഒക്കെ കയറി നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് പിന്നെ എവിടെ ചെല്ലുമ്പോഴും പതിവുള്ളൊരു കാര്യം തന്നെയാണല്ലോ. അങ്ങനെ ചോളത്തിൻ്റെ കൂടെ കുറച്ച് പട്ടിഷമൊക്കെ ഇറക്കിയ ശേഷം നമ്മൾ തിരിച്ചിങ്ങോട്ട് പോരാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ വീട്ടിൽ ഈ ഒരു സൈഡിൽ ചോളത്തിൻ്റെ കൃഷിയാണെങ്കിൽ മറ്റേ സൈഡിൽ പശുവിന് കൊടുക്കാനുള്ള പുല്ല് കുറേ വളർത്തുന്നുണ്ട് അവിടെ. കാരണം കുറേ പശുക്കളുണ്ട് കേട്ടോ. അവരിങ്ങനെ നിരനിരയായിട്ട് നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ പിന്നെ കെട്ടിയും പറഞ്ഞു ഇനിയിപ്പോൾ അടുത്തൊരു പറമ്പ് കണ്ടാലും നിർത്തത്തില്ല. കാരണം ഇങ്ങനെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി തിരിച്ച് തന്നെ ഇവരെത്താൻ സാധിക്കില്ല വിചാരിച്ച സമയത്തിനുള്ളിൽ. അങ്ങനെ ഏതായാലും നമ്മൾ പോകുന്ന സമയത്ത് തന്നെ നല്ല മഴക്കാറൊക്കെ വരുന്നുണ്ട്. പക്ഷേങ്കിൽ എന്ത് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞപ്പം ഏറ്റവും പെണ്ണുങ്ങൾക്ക് പറ്റുന്ന ഒരു ഐറ്റത്തെ ഞാൻ കണ്ടുകൊണ്ട് ഒന്നും കൂടെ നിർത്തി. എനിക്ക് തമിഴിൽ നല്ല വിജ്ഞാനം ഉള്ളതുകൊണ്ട് തന്നെ പെർമിഷൻ ചോദിക്കാനായിട്ട് കെട്ടിയവനെ വിട്ടു. വേറെ ഒന്നുമല്ല, ഇത് കണ്ടില്ലേ മല്ലികപ്പൂവിൻ്റെ തോട്ടം ഇങ്ങനെ അങ്ങോട്ട് മുന്നിൽ കാണുമ്പോൾ എങ്ങനെ ഇവിടെ നിന്ന് ചവിട്ടി നിർത്താതെ പോവുക. അങ്ങനെ അതിന് കെട്ടിയും പോയി പെർമിഷനൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നു. അങ്ങനെ പിന്നെ പൂവിൻ്റെ കൂടെയുള്ള പട്ടിഷോ ഇവിടെ അങ്ങ് തുടങ്ങി. പൂക്കളൊക്കെ കണ്ടാൽ പിന്നെ ഏത് പെണ്ണുങ്ങളൊന്നും ഫ്ലാറ്റ് ആവാതിരിക്കുക. അതുകൊണ്ട് തന്നെ അതിനിടയിൽ കൂടെ ഒക്കെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാനും നല്ല രസമാണ്. വലിയ മലമുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട്. അങ്ങനെ കുറേ നേരം അതിനകത്തൂടെ ഒക്കെ നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങോട്ട് കൊതി തീർത്തു എന്ന് തന്നെ അങ്ങ് പറയാം. മല്ലികപ്പൂവിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ വശത്തേക്കും കൂടെ പോകണം എന്നുള്ളതായി. കാരണം അവിടെ എന്താണുള്ളത്, സ്പ്രിങ് ഒണിയനാണ് കേട്ടോ. അതിൻ്റെ കൃഷിയാണ് അവിടെ ഉള്ളത്, നമ്മുടെ ഉള്ളിയുടെയൊക്കെ കൃഷി. അപ്പോൾ പിന്നെ അതും കൂടെ ഒന്ന് കണ്ടു കളയുന്നത്. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. കെട്ടിന് ഏതായാലും ഇവിടുത്തെ ചേട്ടനായിട്ട് നല്ലപോലെ വർത്തനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വരുന്നത് എവിടെ നിന്നാന്നൊക്കെ ചോദിച്ചാൽ അവർക്കൊക്കെ വലിയ കാര്യം കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ യാത്ര ചെയ്ത് വരുന്നതൊക്കെ കേൾക്കുമ്പോൾ. അതിനുശേഷം പിന്നെ ഞാൻ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഇതിനിടയിലുള്ള കളകളൊക്കെ പറിക്കാനായിട്ട് കൃഷിയിൽ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ.
ഇതിൻ്റെയൊക്കെ ഇടയിൽ ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഇവരൊക്കെ നട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനിടയിലൊക്കെ കയറി നടക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിനിടയിലൊക്കെ ഒന്ന് പോയി കുറച്ചും കൂടെ അധികം ഫോട്ടോസും വീഡിയോസും എടുക്കുക എന്നുള്ളതാണ്. അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അതൊക്കെ ചെയ്തു. എന്നിട്ട് പിന്നെ നല്ലപോലെ കുളിരൊക്കെ കണ്ടു. കാരണം ഇതൊക്കെ വാങ്ങിച്ച് നമ്മളിങ്ങനെ പച്ചക്കറി അരിഞ്ഞ് തോരനൊക്കെ വെക്കുമല്ലോ, അതൊക്കെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കൊതി തീർത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇനി എവിടെ നിർത്തത്തില്ല എന്ന് രണ്ടും കൽപ്പിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ കമ്പം ലക്ഷ്യമാക്കി പോവുകയാണ്. അങ്ങനെ ഏതായാലും പോകുന്ന വഴിക്ക് ഏതായാലും ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിക്കാമെന്ന് ഓർത്തു കേട്ടോ. രാവിലെ ഏകദേശം 9:30-10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവിടെ ഒരു കടയിൽ കയറി. അപ്പോൾ രാവിലെ തന്നെ ഇഡലിയും ചട്നിയും സാമ്പാറൊക്കെ കൂട്ടി കഴിച്ചു. ഇത്രയും ദിവസമില്ലാത്തൊരു ചെറിയ മഴക്കാരൊക്കെ വരുന്നതിപ്പോൾ ചെറിയ ടെൻഷനുണ്ട്. കാരണം നമുക്ക് റെയിൻകോട്ട് ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള യാത്രയിൽ റെയിൻകോട്ടൊക്കെ ഇട്ട് ഈ ബാഗൊക്കെ നനഞ്ഞു പിടിച്ച് പോകുക എന്നുള്ളത് വലിയ റിസ്ക്കുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെന്നപ്പോഴുണ്ട് മുന്നിൽ ഇതേ ഒരു കൂട്ടം ആൾക്കാർ പോകണുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ വണ്ടിയോട് നിർത്തി കൊടുക്കേണ്ടിരുന്നു. കുറേ ആൾക്കാർ ഏതായാലും റോഡ് ക്രോസ് ചെയ്തൊരു ജാഥ പോലെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കമ്പത്തെ നമ്മളെ ഡെസ്റ്റിനേഷൻ മുന്തിരിത്തോട്ടം കാണുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അങ്ങനെ മുന്തിരിത്തോട്ടത്തിനടുത്തെത്തിട്ടോ. ഗൂഗിൾ മാപ്പിൽ നമ്മൾ ആദ്യം തന്നെ ലൊക്കേഷൻ ഇട്ടത് ജെനിസ് ഗ്രേപ്സ് ഗാർഡൻ ആയിരുന്നു. കാരണം അതിൽ കുറേ റിവ്യൂസ് കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയാണ് ലൊക്കേഷൻ ഇട്ട് വന്നത്. പക്ഷേ അവിടെ എന്തായാലും തിരക്ക് കൂടുതലാണെന്ന് കരുതി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് മറ്റൊരെണ്ണം MSR ഗ്രേപ്പ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ ആദ്യം ഇവിടെ കയറാൻ ഓർത്തിട്ടോ. അങ്ങനെ ഇവിടെ എത്തി. അപ്പോൾ കയറുന്നിടത്ത് തന്നെ വൈൻ്റെ ഒക്കെ ഷോപ്പായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. അപ്പോൾ വൈനൊക്കെ വേണ്ടവർക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ഏത് മുന്തിരിത്തോട്ടത്തിൽ കയറുന്നത് ഫ്രീ ആണ്. പ്രത്യേകിച്ച് ഒന്ന് പൈസ കൊടുക്കേണ്ട. പക്ഷേങ്കിൽ മുന്തിരി പറിച്ചു കഴിഞ്ഞാൽ 500 രൂപ ഫൈനാണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മളൊക്കെ വരുമ്പോൾ ഈ മുന്തിരിയൊക്കെ പറിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ടാണ് ഇതുപോലെ പൊള്ളുന്ന റേറ്റ് വെച്ചിട്ടുള്ളത്. എന്തായാലും മുന്തിരി വാങ്ങാനായിട്ട് ഒരിക്കലും ഇത്രയും പൈസ വേണ്ടി വരത്തില്ല. അപ്പോൾ ഇത്രയും പൈസ കൊടുക്കുന്നതിന് പകരം അത് അത്രയും മുന്തിരി വാങ്ങുന്നതല്ലേ നല്ലത്. അപ്പോൾ പിന്നെ പറിച്ചാരും കഷ്ടപ്പെടരുത്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ് ഇവിടെ എത്തിയാലത്തെ ചടങ്ങ്. നമ്മൾ എത്തുമ്പോൾ സീസണാണല്ലോ എന്നൊക്കെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അത്യാവശ്യം കാണേണ്ടതൊക്കെ രീതിയിലുള്ള കുറേ മുന്തിരി ഉണ്ട് കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ട് മുന്തിരിത്തോട്ടം കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചെന്നതിന് ശേഷം അതിൽ നല്ല തിരക്ക് കൂടി ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അധികവും മലയാളികൾ തന്നെയാണ് കേട്ടോ വരുന്നത്. നമ്മളങ്ങനെ ഇവിടുത്തെ മുന്തിരിത്തോട്ടത്തിനുള്ളിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ തോട്ടത്തിനൊക്കെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ബെഞ്ചുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുക്കാം. അങ്ങനെ ഏതായാലും പറിക്കാൻ മാത്രമേ റെസ്ട്രിക്ഷൻ ഉള്ളൂ കേട്ടോ. പറിക്കുന്നത് ഫൈനാണ് 500 രൂപ എന്നുള്ളത് പല സ്ഥലങ്ങളിലായിട്ട് എഴുതി തൂക്കിയിട്ടുണ്ട് നമ്മുടെ കണ്ണിൽ പെടാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുത്തെ ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ എന്തെങ്കിലും പറിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. പിന്നെ അവിടെ വൈൻ അവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് വാങ്ങുകയും ടെസ്റ്റ് ചെയ്ത് നോക്കുകയും എന്നിട്ട് വാങ്ങേണ്ടവർക്ക് വാങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെയൊക്കെ ഇരുന്നു. ഇവിടുന്ന് സത്യം പറഞ്ഞാൽ പോകാൻ തന്നെ തോന്നുന്നില്ല. കാരണം അത്രയും ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കുറേ നേരത്തെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഈ ഓപ്പോസിറ്റ് വശത്തായിട്ട് ഇതിൻ്റെ പച്ച കളർ മുന്തിരിയല്ല, ഇത് പഴുക്കുന്നതിന് മുന്നേ ഉള്ള മുന്തിരിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ അതിനിടയിലൊക്കെ കുറേ പേര് ഇതിന് പണിക്കാർ അതിൻ്റെ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഏതായാലും ഓപ്പോസിറ്റുള്ള ജെനിസ് ഗ്രേപ്പ് ഗാർഡനിലും കൂടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും വന്നതല്ലേ. അങ്ങനെ ആ ഒരു ഗാർഡനിലും കൂടി ഇതിന് ശേഷം പോകുന്നുണ്ട് കേട്ടോ. ആ ഗാർഡനിൽ വെച്ചിട്ടാണ് നമ്മുടെ ആഗതൻ ഫിലിമിലൊക്കെ മുന്തിരിപ്പോയി വർണ്ണജാലം എന്നുള്ള ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് വൈനൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടു. ഇനി അപ്പുറത്തും കൂടെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ജെനിസ് ഗ്രേപ്പ് ഗാർഡനിലെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.